ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിശ്വന് മാധ്യമ കൂട്ടായ്മ സ്വീകരണം നൽകി. പരിപാടി മുൻ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചുമതലയേറ്റ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വന് തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി സ്വീകരണം നൽകി. പ്രസ് ഫോറവുമായി ഗാഢസൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന അഡ്വക്കേറ്റ് വിശ്വന് പ്രസ് ഫോറം ഹാളിൽ നൽകിയ സ്വീകരണ യോഗം മുൻ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കോടതികൾക്ക് നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഭരണപരമായ ഇടപെടൽ ഉണ്ടാവരുതെന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടായാൽ അത് കോടതികളെ ദുർബലപ്പെടുത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസുമാർ അവരുടെ വിധിന്യായങ്ങൾ അവർ പ്രശ്നങ്ങളോട് സമീപിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കോടതിക്ക് വലിയ പ്രശസ്തി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. സുപ്രീം കോടതിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ നല്ല ഒരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കോടതിയെക്കുറിച്ച് കോടതികൾ എന്നൊക്കെയാണ് വിളിക്കുക. ഇന്നാരും അങ്ങനെ വിളിക്കാതിരിക്കുന്നത് കോടതി എടുക്കുന്നൊരു നിലപാടുണ്ട്. ആ കോടതി എടുക്കുന്ന നിലപാട് നീതി സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. നീതി തേടി സംരക്ഷണം തേടി കോടതിയുടെ മുമ്പാകെ വരുന്നവർക്ക് കോടതി ഒരു സംരക്ഷകനാകുന്നു എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ പ്രശസ്തിക്ക് ഇടയാക്കുന്നത്. അതുകൊണ്ട് കോടതി നീതിപൂർവം പ്രവർത്തിക്കാൻ സാധിക്കണം. കോടതി നീതിപൂർവം പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഭരണപരമായിട്ടുള്ള ഇടപെടൽ കോടതിയുടെ മേലെ ഉണ്ടാകരുത്. ഇപ്പോൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണപരമായ ഇടപെടൽ കോടതിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല നിലയിൽ പ്രവർത്തിക്കേണ്ടതാണ്. അഭിഭാഷക വൃത്തിക്കൊപ്പം നിസ്സഹായ ആളുകളെയും കുടുംബത്തെയും കൈയയച്ച് സഹായിക്കുന്ന ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ കൂടിയാണ് അഡ്വക്കേറ്റ് വിശ്വൻ. ഞാനും എന്നോടൊപ്പം പൊതുജനവും ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് വിശ്വന്റേതെന്ന് ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാട്ടി. സ്വീകരണ പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വാർത്തകൾ തരുന്നതാണ് വിശ്വൻ വക്കീൽ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ അദ്ദേഹമാണ് ഹാജരാകുക. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ പ്രാദേശിക ചാനലുകാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മെയിൻ ചാനലുകാർ വന്ന് എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ മെയിൻ ചാനലുകാർ വരുന്നതുകൊണ്ട് പ്രാദേശിക ചാനലിൽ മാറിയിരിക്കുന്ന മൂപ്പര് പറയില്ല. അങ്ങനെ പറയുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്, ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് വിശ്വൻ വക്കീലിന് നമ്മൾ ഇത്തരം ഒരു ആദരവ്, ഒരു സ്നേഹാദരം സമർപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രസ് ഫോറം ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ ആമുഖ ഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ വിശിഷ്ടാതിഥിയായി. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി രത്നാകരൻ, കാത്താണ്ടി റസാഖ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ സംബന്ധിച്ചു. സ്വീകരണത്തിന് അഡ്വക്കേറ്റ് കെ വിശ്വൻ മറുമൊഴി പ്രസംഗം ചെയ്തു. തലശ്ശേരി കോടതിയിൽ ഒട്ടനവധി കോടതികൾ വരേണ്ടതുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഒരു മിനി പതിപ്പ് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേരളത്തിൻ്റെ 40% കേസുകൾ തലശ്ശേരിയിലേക്ക് വരാൻ കാരണമാകും. അതിൻ്റെ തീരുമാനം സർക്കാർ കൈക്കൊണ്ടു. ഹൈക്കോടതി അതിനെ അംഗീകരിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്ററുമായി സംസാരിക്കാൻ അവസരം നമ്മുടെ MLA ഒരുക്കിയപ്പോൾ അദ്ദേഹം അതിനുവേണ്ട ഫണ്ട് അലോട്ട് ചെയ്യാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഒട്ടനവധി കോടതികൾ തലശ്ശേരിക്ക് വരേണ്ടതുണ്ട്. CBI കോടതി അടക്കം വരേണ്ടതുണ്ട്. അങ്ങനെ കോടതി സമുച്ചയം ആകെ തന്നെ ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ജോലിയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് എന്നത് ഞാൻ വളരെ ഉത്തരവാദിത്തബോധത്തോടുകൂടി തന്നെ കാണുകയാണ്. പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാത്തിരിയാട് സ്വാഗതവും പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് രവി പാലാട് നന്ദിയും പറഞ്ഞു.